സ്വാമി ശരണം. ഞാനിപ്പോൾ ഉള്ളത് സെക്കന്ദരാബാദ് ലാൽ ബസാർ അയ്യപ്പ ദേവസ്ഥാനത്താണ്. ഇന്ന് ക്ഷേത്രത്തിലെ വാർഷിക മഹാ അന്നദാനം നടക്കുകയാണ്. അതിൽ പങ്കുചേരാൻ ഞാനും എത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും നടത്തി വരാറുള്ള അന്നദാനമാണ്, ആനുവൽ അന്നദാനം. വൃശ്ചിക 1 മുതൽ മകരവിളക്ക് വരെ ജനുവരി 14-15 വരെ നീളുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ അരങ്ങേറാറുള്ളത്. ഇത് കണ്ടോൺമെൻറ്റ്, സെക്കന്ദരാബാദ് കണ്ടോൺമെൻറ്റ് ഏരിയയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഡിഫൻസിൻ്റെ ക്വാർട്ടേഴ്സാണ്. ഇവിടെയൊക്കെ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്. ഇത് സെക്കന്ദരാബാദിലേക്ക് പോകുന്ന വഴിയാണ്. അതിൻ്റെ വഴിയോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് എനിക്ക് എൻ്റെ സൈനിക ജീവിതവുമായി അത്രയും ദീർഘമായൊരു ബന്ധം തന്നെയുണ്ട്. 1988-89 മുതൽ ഈ ക്ഷേത്രം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമസ്കാരം. സുഖം. ക്ഷേത്രത്തിൻ്റെ അന്നദാനം നടക്കുന്ന ഓഡിറ്റോറിയമാണിത്. തൊട്ട് അടുത്ത് ശ്രീ അയ്യപ്പ ദേവസ്ഥാനത്ത് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് 19-ാം തീയതി, ജനുവരി 19-ാം തീയതി പ്രതിഷ്ഠാ ദിനമാണ്. അന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. അവിടുന്ന് ശബരിമലയിലെ തന്ത്രി ആണ് ഇവിടെ വന്നിട്ട് ആ ഹോമ കർമ്മങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അന്നദാനത്തിലുള്ള നീണ്ട ക്യൂ ആണ്. എത്ര പേര് വേണമെങ്കിലും വന്നാലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് ലേഡീസിനും ജെൻസിനുമായിട്ട് പ്രത്യേക ക്യൂ ഒക്കെയാണ്. ഇതിപ്പോൾ ഏതാണ്ട് സമയം ഇപ്പോൾ 11:45 ആദ്യത്തെ പന്തിയാണിത്. അങ്ങനെ 12, 1 മണി, 1:30 വരെ, 2 മണി വരെ നീളുന്ന മഹാ അന്നദാനമാണ്. അയ്യപ്പൻ്റെ പ്രസാദം നാക്കിലയിൽ വിളമ്പുന്ന വിഭവസമൃദ്ധമായ ഊണ്. എല്ലാവരും ഇതൊക്കെ കഴിച്ച് സായുജ്യമടയുന്ന ഒരു നിമിഷമാണ് മഹാ അന്നദാനം. അന്നദാനപ്രഭുവായ ധർമ്മശാസ്താവിൻ്റെ ഇഷ്ട വഴിപാടുകളിലൊന്നാണല്ലോ മഹാദാനം, അന്നദാനം എന്ന ഈ ചടങ്ങ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഭഗവാന്റെ പ്രസാദം ഭക്ഷിക്കാൻ ഞാനും എത്തിയിട്ടുണ്ട്.